ഒരു കഥ പറയട്ടെ. 2012-15 കാലഘട്ടം. ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഒരു ഫ്രഷേഴ്സ് ഡേ. സ്റ്റേജിൻ്റെ മുകളിൽ കയറ്റി നിർത്തി പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് പാടാൻ അറിയില്ല എന്ന് ആദ്യമേ പറഞ്ഞു. പക്ഷെ സമ്മതിച്ചില്ല, പാടണം നിർബന്ധം. എന്നാൽ പിന്നെ വെറുതെ ഒരു പാട്ടിനെ കൊല്ലണ്ട, കവിത പാടാമെന്ന് പറഞ്ഞു ഞാൻ. കവിത പാടിത്തുടങ്ങി 2 വരി ആയപ്പോഴേക്കും എല്ലാവരും കൈയടിച്ചു. നിർത്തിപ്പോവാൻ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞതാണെന്ന് മനസ്സിലായി. പിന്നെ അറിയാം ഡാൻസ് കളിക്കാനാണ്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജിന് മുമ്പിൽ ഡാൻസ് കളിക്കാൻ മാത്രമുള്ള ധൈര്യം അന്ന് എനിക്കില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് എന്ത് കഴിവാണ് വേറെ ഉള്ളത്? കുഴപ്പമില്ലാത്ത കഥ പറയാനറിയാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് ഡിഗ്രിക്ക് കൂടെയുള്ള കുട്ടികൾക്ക് എല്ലാം ജോൺ ഡണ്ണും ജോൺ കീറ്റ്സും പാബ്ലോ നെരൂദയും അവരുടെ പോയിംസും ഒക്കെ ഇഷ്ടമായിരുന്നപ്പം എൻ്റെ ഇഷ്ടം വില്യം ഫോക്നറും എഡ്ഗർ അലൻ പോയും റോഹിൻടൺ മിസ്ട്രിയും അവരുടെ ഷോർട്ട് സ്റ്റോറീസും ഒക്കെ ആയിരുന്നു. ഡിഗ്രിയും PGയും കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കാൻ കയറിയപ്പോഴും കൂടെയുള്ള ടീച്ചേഴ്സൊക്കെ പോയട്രി പഠിപ്പിക്കാൻ രസമാണ്, പോയട്രി പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പം എനിക്ക് ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് ഇഷ്ടം. അതങ്ങനെ പുസ്തകം നോക്കാതെ കാണാതെ പഠിപ്പിക്കണം, അതൊരു രസമാണ് കഥ പറയാൻ. എന്നാൽ പിന്നെ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് തോന്നും, സ്വാഭാവികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാരുണ്ട് കഥ പറയണേ. നമ്മുടെ ഇഞ്ചിപ്പനുണ്ട്, കുക്ക് പാഡിലെ ടീച്ചറുണ്ട്, പിന്നെ നമ്മുടെ പാലക്കാട് നമ്പ്യാരൂട്ടിയുണ്ട്. ഇനിയിപ്പോൾ എന്തിനാ പുതിയൊരാൾ? പക്ഷേ ഓരോരുത്തരുടെയും കഥ ഓരോന്നല്ലേ, ഓരോരുത്തരുടെ ലൈഫ് ഓരോന്നല്ലേ. അപ്പോൾ പിന്നെ തുടങ്ങാല്ലേ? ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റും ചെയ്യണം. കഥകൾ കേൾക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കിയേക്കണേ.